മിനിക്കുട്ടി ഇവിടെ വരൂ. സൈക്കിൾ റിക്ഷ വേണ്ടപ്പാ. വാങ്ങ സാർ. വേണ്ട. മിനിക്കുട്ടി എവിടെയായിരുന്നു? ഞാൻ വെയിറ്റ് നോക്കുക. ഇപ്പോഴാ വെയിറ്റ് നോക്കുക. എങ്ക സാർ പോണോ? സ്റ്റെർലിംഗ് റോഡ്. എന്റെ ഒപ്പം നിൽക്കണമെന്ന് ഞാൻ മിനിക്കുട്ടിയോട് പറഞ്ഞല്ലേ. ഇത് മദ്രാസ് പട്ടണ, വഴിതെറ്റും. രാഹുകാലത്തിന് മുമ്പ് ഫ്ലാറ്റിലെത്തണം. മിനിക്കുട്ടി കാർ കയറിക്കോളൂ. അതിങ്കേ പോയപ്പാ. ஐயா கொஞ்சம் சீக்கிரமா போங்க. ராகுகாலத்துக்கு முன்னாடி வீட்டு போய் சேரணும். നമുക്ക് രാഹുകാലത്തിന് മുമ്പ് ഫ്ലാറ്റിലെത്തണം. അയ്യോ, ഞാൻ ഡൽഹിയിൽ വെച്ച് 45 കിലോ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 5 കിലോ കൂടി. ഓരമ്പോ ഓരമ്പോ രുക്കുമണി വണ്ടി വരുത്. ഓരമ്പോ ഓരമ്പോ ருக்குமணி வண்டி வருது. வாங்கடா வந்தனம் பண்ணுங்கடா. புது ஜோடிகளா புரியுது புரியுது. ഓരമ്പോ ഓരമ്പോ രുക്കുമണി വണ്ടി വരുത്. അടങ്ങിയിരിക്കും മിനിക്കുട്ടി. ആളുകൾ കണ്ട എന്താ വിചാരിക്കുക? ഇത് ഡൽഹിയല്ല, മദ്രാസാണ്. രാഹുകാലം തുടങ്ങാറായി. കമൽഹാസൻ. ഇറങ്ങും മിനിക്കുട്ടി. எவ்வளவு ஆச்சு தம்பி? லக்கேஜ் சேர்த்து 30 ரூபா சார். 30 ரூபாவா? ஆமா. அப்பாப்பா ரொம்ப ஜாஸ்தி. നമ്മുടെ ഫ്ലാറ്റ് എത്രാമത്തെ ഫ്ലോർ? ദേ ആ കാണുന്ന 5ാമത്തെ നിലയില്. മിനിക്കുട്ടി ലിഫ്റ്റിൽ പോവാ. ഞാൻ സ്റ്റെയർ കേസ് കയറി വന്നോളാം. ലിഫ്റ്റ് ഉള്ളപ്പോ എന്തിനാ സ്റ്റെയർ കേസ് കയറി ക്ഷീണിക്കുന്നേ? വരൂ. അതൊരു ത്രില്ലല്ലേ? ഹലോ സാർ, വരുന്ന വഴിയായിരിക്കും. അതെ അതെ. മിനിക്കുട്ടി. യെസ് ഡാർലിംഗ്. മെല്ലെ പോവൂ. മിനിക്കുട്ടി മിനിക്കുട്ടി ഒന്ന് നിൽക്കൂ. മിനിക്കുട്ടി ഓടിക്കയറല്ലേ, തെന്നി വീഴും. നിൽക്കൂ, പറയുന്നേ നിൽക്കുന്നേ. ഓ പാവം ക്ഷീണിച്ചു അല്ലേ? നമുക്ക് ലിഫ്റ്റിൽ പോവാം മിനിക്കുട്ടിയെ. വേണ്ട, എന്തൊരു ത്രിൽ. ഡോണ്ട് യു ഫീൽ? മിനിക്കുട്ടി നിൽക്കൂ. നിൽക്കാൻ. എന്താ ഇത്, കുട്ടികളിയാ? നീ ഇപ്പൊ സ്കൂൾ കുട്ടിയൊന്നുമല്ല. ശങ്കരനാരായണ നമ്പൂരിന്റെ ഭാര്യയാണ്, അത് ഓർമ്മ വേണം. നടന്നോളൂ. ജോളിയോ? കല്യാണം കഴിഞ്ഞ് മിസ്സസുമായി വരുമ്പോ സ്വീകരിക്കാമെന്ന് ഏറ്റതല്ലേ? എന്നാ പിന്നെ സാറിന്റെ ഇഷ്ടം പോലെ നാടൻ മട്ടിലായിക്കോട്ടെ എന്ന് കരുതി. ഇതാണ് പാർട്ടി. മിനി. ഹലോ. ഇത് ജോളി ഗാൽബർട്ട്.
എന്റെ ഓഫീസ് സെക്രട്ടറിയാ. ഹായ്. ഞാൻ സാറിന്റെ പേഴ്സണൽ പ്യൂണാണ്, ദാമോദരക്കുറുപ്പ്. ആ പിന്നെ സാറ് ഏൽപ്പിച്ച പോലെ വീടൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഹൗ രാഹുകാലത്തിന് മുമ്പ് ആ ഈശ്വരനെ ധ്യാനിച്ച് വലതുകാൽ വെച്ച് അകത്തോട്ട് കയറിയാത്തെ. കേറും മിനിക്കുട്ടി. സാർ അകത്തേക്ക് മിനിക്കുട്ടി അകത്തേക്ക് കയറൂ. ഹായ്. വാട്ട് എ ബ്യൂട്ടി. റിയലി ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. മിനിക്കുട്ടി എങ്ങനെയുണ്ട് നമ്മുടെ ഫ്ലാറ്റ്? അസലായിരിക്കുമല്ലേ? ഏയ്, ഡൽഹിയിലുള്ള ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ അത്ര പോഷൊന്നും അല്ല. മിനി പഠിച്ചതും വളർന്നതും ഒക്കെ ഡൽഹിയിലായിരുന്നു. ഡൽഹി വളർന്നതിന്റെ എല്ലാ നല്ല സ്വഭാവങ്ങളും കയ്യിലുണ്ട്. ജീൻസ്, ഹൈ ഹീൽസ്, ഗോഗിൾസ്, ബബിൾ ഗം. ഫാദറും മദറും ഇപ്പോഴും സാറും മിസ്സീസും വന്ന് കയറിയതല്ലുള്ളൂ. അവർക്കിനി 100 കൂട്ടം കാര്യങ്ങളുണ്ടാവും. ശരിയാ. നമ്മളെന്തിനാ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നത്? ഇറ്റ്സ് ഓൾ റൈറ്റ്. See you, Minnie. വരട്ടെ സർ. വളരെ സന്തോഷം. Both of you, sweet dreams. Thanks. വരട്ടെ സാർ. Bye. See you again. മിനിക്കുട്ടി, മിനിക്കുട്ടിക്ക് വല്ല സംശയം തോന്നിയോ? സംശയോ? എന്ന് വെച്ചാ ഡൗട്ട്. പിന്നെ ജോളി എന്റെ ഓഫീസ് സെക്രട്ടറി മാത്രമാണ് കേട്ടോ. ഞങ്ങൾ തമ്മിൽ യാതൊന്നുമില്ല. എന്ത്? അല്ല, ഒന്നുമില്ല. ജോളിയാണെങ്കിൽ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി, ഞാനാണെങ്കിൽ അവളുടെ ബോസ്. അതുകൊണ്ട് പറഞ്ഞതാ. എനിക്ക് സംശയം ഒന്നുമില്ലല്ലോ. ഏയ്, എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. ജോളി ഇവിടെ കണ്ടപ്പോഴേ ഞാൻ പേടിച്ചു. ഞങ്ങളിവിടെ ഒന്നുമില്ലേ? ശ്ശോ, ഉണ്ടെങ്കിൽ തന്നെ എനിക്കെന്താ? ഒന്നുമില്ലേ? ഇപ്പൊ എനിക്കൊരു സംശയം. എന്താ? ഇങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം എന്തെന്നാ എന്റെ സംശയം. മോശം പാടില്ല. നിന്റെ പെണ്ണുണ്ടല്ലോ, ഉഗ്രൻ സെലക്ഷൻ. ഇത്രയും സുന്ദരിയായ ഒരു മുറപ്പെണ്ണുണ്ടായത് നിന്റെ ഭാഗ്യമാ. യു ആർ ലക്കി. പിന്നെ മദ്രാസിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒന്ന് ജപിച്ച് കെട്ടിക്കോ, കണ്ണു തട്ടാതിരിക്കാൻ. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. മഹാലക്ഷ്മി നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരീ. ചേട്ടാ, എനിക്കുട്ടി
മിനിക്കുട്ടി, ഡൽഹിയിൽ വെച്ച് എന്റെ ബർത്ത്ഡേക്ക് ഒരു ഫ്രണ്ട് പ്രസന്റ് തന്നതാ. നൈസ് സ്റ്റിച്ചിങ്. ലുക്ക്. ദേ, ഈ വക പരിഷ്കാരം ഒന്നും എനിക്ക് പിടിക്കില്ല. പെൺകുട്ടികളായാൽ കുറച്ചൊക്കെ ഡീസന്റ് ആയിട്ട് നടക്കണം. ഇതിനിപ്പോ എന്താ മോശം? വൃത്തികേട്, മഹാവൃത്തികേട്. മിനിക്കുട്ടി ഒരു നാടൻ പെൺകുട്ടിയെ പോലെ നടക്കുന്നതാണ് എനിക്കിഷ്ടം. മുടിയും പിന്നി, തുളസിക്കതിരും ചൂടി, ചന്ദനക്കുറിയും തൊട്ട അങ്ങനെ. ഹായ്, എന്തൊരു ഭംഗിയായിരിക്കും. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. നമഃശാസ്താവേ സ്വാമേ സ്വാമി ഭഗവതി അമേ. ചൂടി എൻ മുന്നിലെത്തും പൂമനക്കലെ തത്തേ, പൂമനക്കലെ തത്തേ. എന്റെ ഹൃദയമാ ശ്രീഗോപുരത്തിലെ ഏകാന്തമണിയറയ്ക്കുള്ളിൽ ചന്ദനപ്പൂങ്കട്ടിൽ ഞാനൊരുക്കും അതിൽ ചന്ദ്രമംഗലിപ്പൂ നിരത്തും. പൊന്മറക്കുട ചൂടി എൻ മുന്നിലെത്തും പൂമനക്കലെ തത്തേ, പൂമനക്കലെ തത്തേ. ചാരുനഗ്ന മൃദുപാദങ്ങളോടെ നീ നാണിച്ചെന്നരികിലെത്തുമ്പോ ആരുമീ ദേവരെ തുള്ളി വീടത്താത്ത മാദകമേനി ഞാൻ പുൽകും. പൊന്മറക്കുട ചൂടി എൻ മുന്നിലെത്തും പൂമനക്കലെ തത്തേ, പൂമനക്കലെ തത്തേ.
താഴെ പൊന്നര കെട്ടിൽ ഇളകുമേലത്തിലെ മന്മഥ മന്ത്രങ്ങൾ ഉരുവിട്ടു ഞാൻ നിന്നിലലിയും പൊന്മറക്കുട ചൂടി എൻ മുന്നിലെത്തും പൂമനക്കലെ തത്തേ പൂമനക്കലെ തത്തേ രത്നകമ്പളം നീർത്തിയ മച്ചകം രാസക്രീഡ രംഗമാകുമ്പോൾ രാവിന്റെ നാലാം യാമങ്ങളിൽ നമ്മൾ ഭൂമിയിൽ സ്വർഗമൊരുക്കും പൊന്മറക്കുട ചൂടി എൻ മുന്നിലെത്തും പൂമനക്കലെ തത്തേ പൂമനക്കലെ തത്തേ മിനിക്കുട്ടി എന്താ മിനിക്കുട്ടി ഇത്? ഇപ്പോഴാണോ നിനക്ക് സമയം? എനിക്കൊന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? പോയി തുപ്പിട്ട് വരൂ. പോ കളയുന്നേ. എനിക്കല്പം ശുണ്ഠി കൂടുതലാ. അതുകൊണ്ടാ ബബിൾക്കും തിന്നേന് വഴക്ക് പറഞ്ഞേ. അല്ലാതെ മിനിക്കുട്ടിയോട് പിണക്കമൊന്നുമില്ല. മിനിക്കുട്ടി 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 എഴുന്നേൽക്കൂ. താങ്ക് യു. ഇന്നലെ എന്തു പണിയാ കാണിച്ചേ? ഇല്ലത്ത് വെച്ച് ഒന്നിനും സാധിച്ചില്ല. എന്നും ഓരോ കാരണങ്ങള്. ആറ്റുനോറ്റ് നിന്നൊന്ന് കൈ കിട്ടിയതാ. അപ്പൊ ബബിൾഗം. എനിക്ക് ഉറക്കം വന്നു. മിനിക്കുട്ടി എനിക്കത് മനസ്സിലായി. എന്നാലേ എനിക്ക് നാപ്പീസിൽ പോണം. പകല് സുഖായിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ. രാത്രി ഉറങ്ങാന്ന് വിചാരിക്കണ്ട. ഓ